തിരുവനന്തപുരത്ത് എൻഡിയുടെ ഹാഫ് സെഞ്ചുറി, എൻഡി 50, LDF 26, UDF തൊട്ട് പിന്നിൽ 19, UDF 26, LDF 26, SKN UDF കഴിഞ്ഞ തവണ 10 സീറ്റിൽ നിന്നാണ് ഇക്കുറി UDF 20 സീറ്റിനടുത്തേക്ക് ഉയരുന്നത്. ജോസ്മിൻ ജോസഫ് വേണ്ടാത്ത ചോദ്യം ചോദിക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പ് മത്സരിക്കുമോ? തോക്കാനാ എന്തിനാണ് മറ്റുള്ളവർ ഇഷ്ടം പോലെ ആൾക്കാർ മത്സരിച്ച് ജയിക്കാനുള്ളപ്പോ ഞാൻ എന്തിനാ അല്ലേ? സർക്കാരിന് ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റും ആഷ്മി? 100% പറയാൻ പറ്റും. അത് പറയാൻ ഞാൻ പറയാനുള്ള പ്രധാന കാരണം ബാക്കിയൊക്കെ വിട്ടാലും ഈ ഗ്രാമപഞ്ചായത്തുകളിൽ UDF ഇത്ര വലിയ നേട്ടം ഉണ്ടാവുന്നത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്ന ചരിത്രത്തിൽ ആദ്യമാണ്. ഇത്രത്തോളം ഗ്രാമപഞ്ചായത്തുകളിൽ UDF ഒരു അങ്ങനെ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ചരിത്രം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്വാധീനം ഉണ്ടായെങ്കിൽ അത് അടിത്തട്ട് വികാരമാണ്. അടിത്തട്ട് വികാരം എന്ന് പറയുന്നത് അത് ഉറപ്പായും അത് ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെ കൃത്യമായി പറയേണ്ടി വരും. ഒരു അപ്ഡേറ്റ് ഉണ്ട്. അവിടെ ഈ BJP കേരളം ആകെ അവർക്ക് നേട്ടം ഉണ്ടായെന്ന് പറയുമ്പോഴും അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു മുനിസിപ്പാലിറ്റി അവർക്ക് നഷ്ടമാകുകയാണ്. അവിടെ UDF 11 LDF 13 NDA 8 അവിടെ NDA 8 ഒതുങ്ങി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. LDF UDF ഇഞ്ചോടിച്ച് പോരാട്ടം. അവിടെ LDF 10 BJP 8 താഴ്ന്നു. എന്റെ നാടാണ് സാൽമാൻ പപ്പാട്ടില് പറയുന്നുണ്ട് UDF ഭരണത്തിൽ കയറിയാൽ സ്വർണത്തിന് വില കുറയുമോ? അത് മറ്റേ ശബരിമല ക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട് പറയുന്ന അല്ലേ? ശരിക്കും യഥാർത്ഥത്തില് ഈ പരാജയപ്പെട്ടവരെ നമ്മള് വിഷമിപ്പിക്കുന്നത് ശരിയല്ല. ജീവിച്ചവരെക്കാൾ വേദന ഉണ്ടാവും. ഈ വിജയകുമാറിന് തിരുവനന്തപുരം കണ്ടുപിടിക്കുന്നില്ല. വെള്ളെഴുത്ത് അവിടെ പന്തയം വെച്ച് ഇടതു പ്രവർത്തകൻ മീശ പഠിച്ചത്രേ ഇവിടെ പത്തനംതിട്ടയില്. സ്വദേശി ബാബുവാണ്. വ്യാപാര സ്ഥാപനത്തിന് മുന്നിൽ ആളുകൾ കാണുക മീശ കൂർമ്മ ചിന്തിക്കൽ ഒരു പാവം മനുഷ്യൻ മീശ പഠിക്കുന്ന വിഷയമാണ് ചോദിക്കുന്നത്. ഇലക്ഷന്റെ മീശ ഓടി അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഓഫ് ഹെയർ. വാക്ക് പാലിക്കാത്ത സാധനം ഉണ്ടല്ലോ. മീശ പഠിക്കാൻ ഓടിപ്പോ എന്താ പറ്റും? അദ്ദേഹം വാക്ക് പാലിച്ചു. ആഷ്മിക്ക് വേണമെങ്കിൽ ഞാൻ ഒരു പൊതുവിജ്ഞാനം പറഞ്ഞു. ഡോണ്ട് ടേക്ക് ഇറ്റ് അതർവൈസ്. അതായത് ശരീരത്തിന്റെ വിവിധ ഭാഗം സ്ഥലം അനുസരിച്ച് ഈ രോമത്തിന്റെ പേര് മാറിക്കൊണ്ടിരിക്കും. കോഴിക്കോട് മറിയും, എപ്പോ വേണമെങ്കിലും മറിയാം. ഒരു കോർപ്പറേഷൻ ഇല്ലാത്ത അവസ്ഥ 27, 26, 14 എന്ന് പറഞ്ഞാൽ കോഴിക്കോടും ഇഞ്ചോടും നമ്മുടെ വക്കീൽ ചോദിച്ചോലെ ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നുന്നു. ആകെ പ്രശ്നമാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം, LDF കൺവീനറുടെ പ്രതികരണം ഇവിടെ പറഞ്ഞു വർഗീയ ശക്തികൾ ഒന്നിച്ചെന്നാണ് പറഞ്ഞു. അങ്ങനെ പറയുമെന്നുള്ള ട്രോളായിരിക്കും. പറയാൻ സാധ്യതയുണ്ട്. അതിൽ LDF ആകെ വന്ന പ്രതികരണം മണിയാശാനെ മാത്രമേ ഉള്ളൂ. പക്ഷെ മണിയാശാൻ പറഞ്ഞത് മഹാവൃത്തിയോടാണ് പറഞ്ഞത്. ആൾക്കാർ പറയുന്നത് അല്ല മണിയാശാനെ പുറത്തിറക്കിയ പറയും. പക്ഷെ അത് എന്താ ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൽ അധിക്ഷേപിക്കാൻ അത് വേണ്ട. രാജീവിന്റെ വാർഡിൽ UDF-ന് മിന്നും ചെയ്യാം. കളമശ്ശേരി നഗരസഭ 25-ൽ UDF സ്ഥാനാർത്ഥി അസീന നാസറിന് ജയിച്ചത് 472 വോട്ടിനാണ്. നഷീദ സലാം LDF സ്ഥാനം നഷീദ സലാമിനെ തോൽപ്പിച്ചു. CPM വിമതൻ മത്സരിച്ച വാഴോട്ട് കോണത്ത് LDF തോറ്റത് 153 വോട്ടിന്. അപ്പൊ വിമതന്മാർ ഉണ്ടാകുന്ന പുലിവാലുകളും ഈ പറയുന്ന മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മന്ത്രി P. രാജീവിന്റെ വാർഡിൽ UDF-ന് വലിയ ജയം. മുഹമ്മദ് ഷാബി പറയുന്നു 25 കൊല്ലത്തിന് ശേഷം പേരാമ്പ്ര പഞ്ചായത്ത് UDF പിടിച്ചെടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.